അന്ന് വൈകുന്നേരം ഭാമ സൗദാമിനിയുടെ അരികിലേക്ക് പോയിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ വിദ്യയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗദാമിനിയോട് വർത്തമാനം പറയാമെന്ന് കരുതിയാണ് അവൾ പോയത്. സൗദാമിനിക്ക് പറയാനുള്ളത് വിഷ്ണുവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. തന്നോട് കുറച്ചു നേരം അത് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം അവർക്ക് കിട്ടുമെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവരെ കേൾക്കാനായി ഇരിക്കാറുണ്ടായിരുന്നു. വളരെയധികം വേദന തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒരാളോടൊക്കെ പറയാനുണ്ടാവുന്നതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമാധാനം. അവരെ കേൾക്കുക എന്നത് ആ മനുഷ്യരോട് ചെയ്യുന്ന വലിയൊരു കാരുണ്യം തന്നെയാണെന്ന് ഭാമയ്ക്ക് തോന്നാറുമുണ്ട്. പലപ്പോഴും താൻ നല്ലൊരു കേൾവിക്കാരിയായിരുന്നു. വിദ്യ ചേച്ചി വരുൺ ചേട്ടനുമായി എന്തെങ്കിലും പിണക്കമുണ്ടാകുമ്പോൾ തന്നോടാണ് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സുഹൃത്തായ അഞ്ജലി പലപ്പോഴും അവളുടെ വിഷമങ്ങൾ തന്നോട് പറയാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ താൻ ഒരുപാട് പേരെ കേൾക്കാറുണ്ടെന്ന് ഭാമ ഓർത്തു. പക്ഷെ തന്നെ കേൾക്കാൻ മാത്രം ആരും ഉണ്ടായിട്ടില്ല. വിദ്യ കൂടി പൊയ്ക്കഴിഞ്ഞ പിന്നെ എനിക്ക് വയ്യ മോളെ, അതിൻ്റെ കൂടെ കാലിലെ ജോയിൻറ്റ് പെയിനും ഇപ്പോൾ പ്രഷറും കൂടുതലാ. അത് വിച്ചുവിൻ്റെ കാര്യം ഓർത്തിട്ടാ. അവൻ ഇനിയൊരു കല്യാണം ഒന്നും വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുക. അവളിപ്പോൾ പോയിട്ട് 2 മാസം ആകുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ചെറിയൊരു മുറുമുറുപ്പുണ്ടേ. സിന്ധു ഒന്നും മിണ്ടത്ത് പോലുമില്ല. അന്നവർ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ നടത്തിയില്ലേ? അത് പോട്ടെ, ഇങ്ങനെയായി തീരാനായിരുന്നു വിധി എന്ന് കരുതാം. ഇനിയിപ്പോൾ അവനൊരു കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടുണ്ടെന്ന് മോൾക്കറിയോ? എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. നല്ലൊരു പെങ്കൊച്ച് അവൻ്റെ ജീവിതത്തിലോട്ട് വന്നിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതിയെന്ന് അവരത് പറഞ്ഞപ്പോൾ ഭാമയൊന്നും മിണ്ടിയില്ല. അമ്മയുടെ മകനെ തന്നെ പോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലെന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്. ആ ജീവിതത്തിലേക്ക് വരാൻ അങ്ങേയറ്റം കൊതിയോടെ കാത്തു നിൽക്കുകയാണ് താനെന്ന് അവരോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ തനിക്ക് ധൈര്യമില്ല. കഴിഞ്ഞ ദിവസം കൂടി വിസ്മയ ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ ഇനി ആവശ്യമില്ലാതെ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞതായിരുന്നു. ചേച്ചിക്കും പേടിയുണ്ട് വിഷ്ണുവേട്ടനോട് താൻ ഇഷ്ടം പറയുകയോ മറ്റോ ചെയ്യുമെന്ന്. ഇനിയും വിഷ്ണുവേട്ടൻ തന്നെ വിവാഹം കഴിക്കുന്നത് ചേച്ചി പോലും സമ്മതിക്കില്ലെന്ന് തോന്നിയിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും കൂടെ താമസിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനി വിഷ്ണുവേട്ടൻ ഒരു 2ാം കെട്ടുകാരനല്ലേ? അങ്ങനെയൊരു വിവാഹം വീട്ടിലാരും സമ്മതിക്കില്ലെന്ന് ഭാമയ്ക്കും ആ സമയത്ത് ഉറപ്പ് തന്നെയായിരുന്നു. പക്ഷെ തൻ്റെ സ്നേഹത്തിന് അതൊന്നും വിലങ്ങുതടിയായി മാറില്ലെന്നും ഭാമ ഉറപ്പിച്ചിരുന്നു. ഇനി തനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് വിച്ചുവേട്ടനൊപ്പം മാത്രമായിരിക്കുമെന്ന്. അല്ലെങ്കിൽ വിച്ചുവേട്ടൻ പറഞ്ഞതുപോലെ ഇനിയൊരു വിവാഹമില്ലാതെ മുന്നോട്ട് പോകാമെന്നുമാണ്. വിച്ചുവേട്ടന് വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളാണിതൊക്കെ. അന്ന് തന്നെ താൻ മനസ്സിലാക്കിയതാണ്. വിച്ചുവേട്ടനല്ലാതെ മറ്റാരെയും തനിക്ക് ഇനി സ്നേഹിക്കാൻ പോലും സാധിക്കില്ല എന്ന സത്യത്തിനെ. അന്ന് അത്രത്തോളം തൻ്റെ മനസ്സ് താൻ വിച്ചുവേട്ടന് കൊടുത്തു എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഏട്ടനെ ഒരിക്കലും മറക്കാൻ കഴിയാത്തതും. താൻ മറ്റൊരു വിവാഹം കഴിച്ചാലും ആ വ്യക്തിയോട് ചെയ്യുന്നൊരു വലിയ ക്രൂരതയായിരിക്കും അത്. ഒരിക്കലും അയാളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തനിക്ക് കഴിയില്ല. ചിലപ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വിച്ചുവേട്ടൻ വിസ്മൃതിയിൽ ആഴ്ന്നു പോയാലും ആദ്യ പ്രണയമെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് വിച്ചുവേട്ടനെ ആയിരിക്കും. ഒരാൾക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ ബാക്കി മറ്റൊരാൾക്ക് കൊടുക്കാൻ വരിക എന്ന് പറയുന്നത് അതിലും വലിയൊരു വേദനയാണ്. അതുകൊണ്ട് ഇനി ഈ ജീവിതത്തിൽ തന്നെ സ്വീകരിച്ചില്ല വിച്ചുവേട്ടനെങ്കിൽ ഒരു വിവാഹമേ വേണ്ടെന്ന് ഭാമയും തീരുമാനിച്ചിരുന്നു. മോൾക്കൊരു ആലോചന വന്നു എന്ന് സന്ധ്യ പറഞ്ഞിരുന്നു. അവർ വന്നോ മോളെ കാണാൻ? എനിക്കറിയില്ല മിനിയമ്മേ, അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ അതാരും കേൾക്കില്ല. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അച്ഛനോട് ഇന്ന് സംസാരിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ, അവൾ പറഞ്ഞു. സൗദാമിനി അതിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. മോൾക്ക് കല്യാണം ഉറപ്പിച്ച ആ പയ്യൻ്റെ ഒരു പെങ്ങളുണ്ടെന്ന് അനൂപ് പറഞ്ഞത്. ആ കുട്ടിയെ വിച്ചുവിന് ആലോചിക്കാമെന്ന്. സൗദാമിനി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടിയിരുന്നു. ഉടനെ ഞാൻ എങ്ങനെയാ അത് വിച്ചുവിനോട് പറയുന്നത്? അവൾ പോയിട്ട് 2 മാസേ ആയിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞ് അവളെ ഒത്തിരി സ്നേഹിച്ചതായിരുന്നു. അവൾക്കു വേണ്ടി എന്നോട് വരെ വാദിച്ചു, എന്നോട് വരെ വഴക്കുണ്ടാക്കി. മോൾക്കറിയോ, ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ വേദനിപ്പിക്കാറുണ്ടായിരുന്നില്ല, ഒരു കളിവാക്കുകൊണ്ട് പോലും. ആദ്യമായി അവൻ എന്നോട് ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അവൾ വന്നതിന് ശേഷമാണ്. അതും അവൾക്കു വേണ്ടി. എനിക്കറിയാം അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന്. അതും പറഞ്ഞ് അവർ വീണ്ടും കരയാൻ തുടങ്ങി. ഉള്ളു തുറന്ന് വിഷ്ണു സ്നേഹിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ അറിയാത്ത ചങ്കിലൊരു വേദന പൊടിയുന്നത് ഭാമ മനസ്സിലാക്കി. അർഹതയില്ലാത്ത സ്നേഹം ചിലർക്ക് ദൈവം കൊടുക്കില്ല. അതായിരിക്കും ഇവിടെയും സംഭവിച്ചത്. ആ കുട്ടിക്ക് വിച്ചുവേട്ടനെ വിധിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ വിച്ചുവേട്ടനെ പോലെ നല്ലൊരാളെ ആ കുട്ടി വേണ്ടെന്ന് വെക്കുമോ? ഒരു കുട്ടി, ഇങ്ങനെയൊന്നുമല്ല മോളെ പറയേണ്ടത്.
എൻ്റെ വായിൽ വരുന്നത് പച്ചത്തെറിയാണ്. അവളെക്കുറിച്ച് എന്തൊക്കെ കഥകളാണ് ഞാൻ കേട്ടതെന്നറിയോ? കല്യാണം കഴിയാത്ത നിന്നോട് അതൊക്കെ പറയാൻ തന്നെ എനിക്ക് നാണക്കേടുണ്ട്. നിന്നെക്കാളും 1-2 വയസ്സിന് മൂപ്പുണ്ടാവുകയുള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് അവൾ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്നറിയോ? അവളെപ്പോലെ തന്നെയുള്ളൊരു പെണ്ണല്ലേ നീയും? നീ അടക്കത്തിലും ഒതുക്കത്തിലുമല്ലേ വളരുന്നത്. എന്തുകൊണ്ട്? വീട്ടിൽ ചൊല്ലും ചോറും തന്നാ നിന്നെ വളർത്തുന്നത്. അതുകൊണ്ട്. അവിടെ അമ്മയുണ്ടല്ലോ, ആ ശൃംഗാരി, അവൾ ഒറ്റയൊരുത്തിയാ ആ പെണ്ണിനെ ഇങ്ങനെയാക്കിയത്. സിന്ധു പറഞ്ഞ കുറേ കഥകൾ നിന്നോടൊന്നും പറയാൻ പോലും കൊള്ളില്ല മോളെ. സൗദാമിനി മൂക്ക് പിഴിഞ്ഞു. വർഷയോട് വല്ലാത്തൊരു ദേഷ്യം തന്നെ ആ നിമിഷം ഭാമയ്ക്ക് തോന്നി. അതവളുടെ സ്വഭാവം മോശമായതുകൊണ്ടായിരുന്നില്ല. എത്ര മോശപ്പെട്ട സ്വഭാവമാണെങ്കിലും വിവാഹം കഴിഞ്ഞ് അവൾക്ക് വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിക്കാമായിരുന്നില്ലേ? ചിലപ്പോൾ അവളുടെ എല്ലാ തെറ്റുകളും ആ മനുഷ്യൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ക്ഷമിച്ചു കൊടുത്തേനെ. അത്രയ്ക്ക് പാവമാണ് വിച്ചുവേട്ടൻ. വിച്ചു മോളിലുണ്ട്. ഒന്നും കഴിക്കാറില്ല. ഞാൻ ഇത്തിരി ജ്യൂസ് അടിച്ചു വെച്ചു. എന്തെങ്കിലും ഉള്ളിലേക്ക് ചെല്ലണ്ടേ? എനിക്ക് മുകളിലോട്ട് കയറാൻ വയ്യ. അവൻ ഇറങ്ങി വരുമെന്നോർത്താ ഞാൻ ഇരുന്നത്. അവിടെ കിടന്നുറങ്ങിക്കാണും. ഇപ്പം ഈ എപ്പോഴും മുറി അടച്ചിരിപ്പാ. എനിക്കത് കാണുമ്പോൾ പേടിയാ. ഇപ്പോഴത്തെ കാലമല്ലേ, എന്തെങ്കിലും ഒരു പൊട്ടബുദ്ധി തോന്നിയാലോ എന്ന്. മോളൊന്ന് മുകളിലേക്ക് കൊണ്ടു കൊടുക്കാമോ? അവളുടെ കയ്യിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് സൗദാമിനി ചോദിച്ചു. ഞാൻ കൊടുക്കാം മിനിയമ്മേ, അവൾ പറഞ്ഞു. അവൾ ജ്യൂസുമായി മുകളിലേക്ക് കയറി. റൂമിൽ ഒന്ന് കൊട്ടിയപ്പോൾ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. ചിലപ്പോൾ മിനിയമ്മയാണെന്നോർത്തായിരിക്കും തന്നെ കണ്ടതും പെട്ടെന്ന് ആൾക്കൊരു ചമ്മലുണ്ടായതുപോലെ തോന്നിയിരുന്നു. കാരണം ആൾ ഷർട്ട് ഇട്ടിട്ടില്ല. പെട്ടെന്ന് ഹാങ്ങറിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ടു. നീ ആയിരുന്നോ? ഞാൻ ഓർത്ത് അമ്മയായിരിക്കുമെന്ന്. തിരിഞ്ഞു നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്നതിനിടയിൽ ആൾ പറയുന്നുണ്ട്, മിനിയമ്മയ്ക്ക് കാലുവേദനയാണ്, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ ജ്യൂസ് തരാൻ പറഞ്ഞു. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അവൻ പറഞ്ഞു, കുടിക്ക് വിച്ചുവേട്ടാ. അവൾ അത് മേശപ്പുറത്ത് വച്ചുകൊണ്ട് പറഞ്ഞു, കുടിച്ചോളാം, നീ പൊയ്ക്കോ. അവൻ വിഷാദം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. വിച്ചുവേട്ടൻ എന്തിനാ ഇങ്ങനെ മുറിയിൽ കയറി അടച്ചിരിക്കുന്നത്? പുറത്തേക്ക് പൊയ്ക്കൂടെ? ആഗ്രഹമുണ്ട്. പക്ഷേ മറ്റുള്ളവർ കുറച്ച് സമയം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പോലും എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഭാമേ. അവരെന്നെക്കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ സഹതാപത്തോട് നോക്കുന്നതായിരിക്കുമെന്നൊക്കെയുള്ള. മറ്റുള്ളവരെ കാണുമ്പോഴും അവരെ ഫേസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ സഹതാപം തന്നെയാണ്. അതിന് ഞാൻ മൂന്നാറിലേക്ക് പോകുന്നത്. ഞങ്ങൾ 4 കൂട്ടുകാർ ഓരോ ആഴ്ച മാറി മാറിയാണ് നിൽക്കുന്നത്. ഈ മാസത്തിലെ എൻ്റേത് കഴിഞ്ഞു. ഞാൻ എന്നിട്ടും അവന്മാർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ കുടുംബമുള്ളവരല്ലേ. കഴിഞ്ഞ ദിവസം 2 പേർ അവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവനൊരു വേദനയോടെ പറഞ്ഞു. താടിയും മുടിയുമൊക്കെ ഒന്ന് വെട്ടുവെച്ചു വേട്ടാ. ആകെ ഭ്രാന്തന്മാരെ പോലെ തോന്നുന്നു കണ്ടിട്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു എന്ന് വരുത്തി. അതൊക്കെ വെട്ടി ആ പഴയ രൂപത്തിലേക്ക് വരുമ്പോൾ തന്നെ പഴയ വിച്ചുവേട്ടനാകും, അവൾ പറഞ്ഞു. വിച്ചുവേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വിച്ചുവേട്ടനെ സ്നേഹിക്കുന്ന എത്ര പേരാ വേദനിക്കുന്നതെന്ന് അറിയോ? വിച്ചുവേട്ടനെ ഒരു തുള്ളി പോലും സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടിയാണ് വിച്ചുവേട്ടൻ ഇങ്ങനെ സ്വയം നശിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിച്ചുവേട്ടൻ കയറി വന്ന കോലം ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് കണ്ടിരുന്നു. മിനിയമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും ഒന്ന് ഓർത്തു നോക്കിക്കേ. ആർക്ക് വേണ്ടിയാണ് വിച്ചുവേട്ടൻ നശിക്കുന്നത്? വിച്ചുവേട്ടനെ സ്നേഹിക്കാത്ത, ഒരു തരി പോലും ആത്മാർത്ഥ കാണിക്കാത്ത ഒരാൾക്ക് വേണ്ടിയോ? അവരിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കായിരിക്കും. വിച്ചുവേട്ടൻ മാത്രം ഇങ്ങനെ സ്വയം നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ആർക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാവാൻ പോകുന്നത്? വിച്ചുവേട്ടൻ കുടിച്ചാലും ഇങ്ങനെ അലസമായി നടന്നാലും നഷ്ടപ്പെടാൻ പോകുന്നത് വിച്ചുവേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അല്ലാതെ അവരെ അതൊന്നും ബാധിക്കുക പോലുമില്ല. നമ്മളെ തോൽപ്പിച്ചവരുടെ മുൻപിൽ നന്നായി ജീവിച്ച് കാണിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലേ അവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ പ്രതികാരം. നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ലെന്ന് അവരെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അവൾ പറഞ്ഞു നിർത്തി. എനിക്കാരോടും പ്രതികാരമൊന്നുമില്ല ഭാമേ. പണ്ട് മുതലേ എനിക്കതിനൊന്നും കഴിയില്ല. ഞാൻ അവളെ ഓർത്തൊന്നുമല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ടാ. ഭാമേ, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയെല്ലാം നടക്കായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ജീവിതം, അല്ലേ? അവനൊരു വാടിയ ചിരിയോടെ ചോദിച്ചു. നിനക്കറിയാലോ, അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം, അവൻ പറഞ്ഞു.
മറ്റന്നാൾ കോടതിയിൽ പോകണം. ഡിവോഴ്സാണ്. അവൾ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. കോടതിയിൽ പോകുമ്പോൾ പോലും അവളെ കാണരുതേന്നാ പ്രാർത്ഥന. അത്രയ്ക്ക് ഞാൻ വെറുത്തുപോയി. അതും കൂടി കഴിഞ്ഞ് ആ ബാധ്യത തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ താടി പഠിക്കും. ഒരു ദുരന്തം ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു. അതിനുശേഷം ഇനി ഞാൻ താടി പഠിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ. അവൻ പറഞ്ഞു, അമ്മ ഇപ്പോൾ അടുത്ത് കല്യാണമായിട്ട് എത്തിയിരിക്കുക. നിനക്ക് അനുവിൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ കല്യാണാലോചന വന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ പെങ്ങളെ എന്നെക്കൊണ്ട് കെട്ടിക്കണമെന്നും പറഞ്ഞിട്ട്. ഒരു കല്യാണം കഴിച്ചതിൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോഴാണ് അടുത്തത്. അവരിന്നോ നാളെയോ നിന്നെ കാണാൻ വരുമെന്നാണല്ലോ അനൂപ് പറഞ്ഞത്. അതിനാണോ നീ പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്നത്? അല്ല, എനിക്കത് ഇഷ്ടമല്ല, അവൾ പറഞ്ഞു. അതെന്താ? അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ അത് ചോദിച്ചതും അവളുടെ മുഖം വാടിപ്പോയിരുന്നു. അങ്ങനെ ആരും എന്നെ കാണാനിപ്പോൾ വരണ്ട. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. കൊച്ചുകുട്ടിയെപ്പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കല്യാണം വേണ്ടെന്നാണോ നിനക്ക്? അതെ വിജുവേട്ടാ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അമ്മയോടും ഏട്ടനോടും ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. നല്ല കല്യാണാലോചനയാണ്, സമ്മതിച്ചേ പറ്റുമെന്നും പറഞ്ഞ് അമ്മ നിൽക്കുന്നത്. ഇന്ന് ഞാൻ അച്ഛനോട് പറയാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ ഒരു കല്യാണത്തിന്. സന്ദീപിനെ എനിക്കറിയാം, അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നിൻ്റെ സമ്മതമില്ലാതെ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന് ഞാൻ അനൂപിനോട് പറയാം. എൻ്റെ ജീവിതാവസ്ഥ കൊണ്ട് തന്നെയാണ് പറയുന്നത്. പൂർണ്ണമായി സമ്മതമില്ലാതെ ഒരു ബന്ധത്തിലേക്ക് ഒരാളെ തള്ളിവിടുന്നത് ശരിയല്ല. പിന്നീട് ആ ബന്ധത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഈ തള്ളിവിട്ടവരും നിർബന്ധിച്ചവരും ഒന്നും കൂടെ ഉണ്ടാവില്ല. അന്ന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്നാകുന്നതും പറഞ്ഞതാണ്. പക്ഷെ ഇവരാരും കൂടി സമ്മതിച്ചില്ല. ആദ്യമായിട്ട് പെണ്ണ് കാണുന്ന ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ മനസ്സിലും ചെറിയൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്തയുടെ പുറത്ത് ആദ്യമായിട്ട് വർഷയെ കാണാൻ വേണ്ടി പോകുന്നത്. അവളെ കണ്ടപ്പോൾ എനിക്ക് മോശമായി ഒന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് കല്യാണം ഉറപ്പിച്ചത്. ഒരു പക്ഷേ അന്ന് ആരും നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു വരവും കൂടി പോയിട്ട് വന്നിട്ടായിരുന്നു വിവാഹമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയില്ല. അവളെപ്പറ്റി എല്ലാം അറിഞ്ഞതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞതാ ഇനി കല്യാണം വേണ്ടെന്ന്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഞാനാണ് വാശി പിടിച്ചത്. ഇത്രയും കള്ളത്തരം അവളുടെ മനസ്സിലുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്. നിനക്ക് സമ്മതമല്ലാത്തൊരു വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ല. അനൂപിനോട് ഞാൻ പറയാം, നീ പഠിച്ചതിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞൊരു കല്യാണം ആലോചിച്ചാൽ മതിയെന്ന്. അവൻ്റെ മാത്രമല്ലല്ലോ, നീ എൻ്റെയും കൂടി പെങ്ങളല്ലേ. ചെറിയ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു അത് പറഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടി വാടിപ്പോയിരുന്നു. അവനിൽ നിന്നും ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കാണത്. പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണോ നിനക്ക് വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്? അതോ വേറെന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു അത് ചോദിച്ചതും ഒരു നിമിഷം അവളൊന്ന് പാതറിപ്പോയിരുന്നു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേറെന്തെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. അല്ല, പഠിക്കണമെന്നുള്ളൊരു താല്പര്യം മാത്രമാണോ അതോ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? വിഷ്ണു ചോദിച്ചു. അവൻ ചോദിച്ചപ്പോൾ നിങ്ങൾ മാത്രമല്ലേ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ മനസ്സിലുള്ളതെന്ന് തുറന്നു ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഈ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നും അവിടേക്ക് മറ്റൊരാളും ഒരിക്കലും വരില്ല എന്നും വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നാവുകൾക്ക് വിലങ്ങിട്ടതുപോലെ. ഭാമേ, പറ, നിന്റെ മനസ്സിൽ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകുന്നതല്ലേ കൂടുതൽ നല്ലത്? അവൻ ചോദിച്ചപ്പോൾ ഒരു വേള ആ സത്യത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് അവൾ ചിന്തിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴാണോ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ വീഡിയോ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ.